സംസ്കൃതം അക്കാദമിക് കൌൺസിൽ കണ്ണൂർ വിദ്യാഭ്യാസ ജില്ലാ സംസ്കൃത ദിനാചരണത്തിന്റെ ഭാഗമായി അധ്യാപക ശില്പശാല സംഘടിപ്പിച്ചു. കണ്ണൂർ ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ ബാബു മഹേശ്വരി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ സംസ്ഥാനത്തിന്റെ ഡിഗ്രേഡ് ചെയ്തു ഇങ്ങനെയൊക്കെ അവിടെ അപ്പൊ ആ മേളക്ക് മൊത്തം ക്വാളിറ്റി നിങ്ങളുടെ സ്റ്റേറ്റ് സ്പോർട്സ് എത്ര നന്നായി നടത്തിയവര് അവസാന ദിവസം എന്താ സംഭവിച്ചത്? എത്രയാണ് അധ്വാനം ADPI മുതൽ DD മുതൽ ഒരുപാട് അധ്യാപക സംഘടന ആൾക്കാരിൽ എത്ര ദിവസം ഓടിയിട്ടാണ് അത് ഫൈനൽ ഡേ വരെ എത്തിച്ചേർന്നിട്ട് ഫൈനൽ ഡേ എന്താ നടന്നത്? ആ രണ്ട് സ്കൂളിലെ മേലധികാരികൾക്ക് അതിൽ പങ്കില്ലേ? അവര് കണ്ണീമിട്ടാണോ എനിക്കറിയില്ല. എന്താ ആകെ മൊത്തം അതിന്റെ പേരും പോയില്ലേ? എന്താ എത്ര നിങ്ങൾ ആലോചിച്ച എത്ര സങ്കടകരതൊക്കെ, എത്ര സങ്കടകരതൊക്കെ. അങ്ങനെയുള്ള ഗ്രേഡ് നമുക്ക് വേണ്ടെന്ന് വെക്കുക സ്കൂളുകളിൽ. അനാവശ്യ കിടമത്സരം നടത്തിയിട്ടുള്ള ഗ്രേഡ് വേണ്ട നമുക്ക് സ്കൂളുകൾക്ക് വെച്ചാൽ പറ്റുന്ന. അങ്ങനെയുള്ള എന്തിനാ അപ്പീൽ കിട്ടിയിട്ടുണ്ടെങ്കിലും ആ കുട്ടിക്ക് പിന്നെ കോമ്പറ്റ് ചെയ്തൂടെ? അപ്പീലിന് വേണ്ടി അനാവശ്യമായിട്ട് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക. അപ്പീലിന് വേണ്ടിയിട്ട് റെക്കമെൻഡേഷൻ ചെയ്യാം, മറ്റുള്ളതിന് വേണ്ടി റെക്കമെൻഡേഷൻ ചെയ്യാം. അതൊന്നും നല്ല പ്രവണതയല്ല. അതുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? നല്ല തെരഞ്ഞെടുപ്പുകൾ നടത്താൻ പറ്റാത്തത്. എല്ലാ രംഗത്തും ഗുഡ് സെലക്ഷൻസ് വരണമെങ്കിൽ എന്തുണ്ടാവണം? അതിൽ ഇടപെടലോ കാര്യങ്ങളോ രക്ഷിതാക്കൾ പറഞ്ഞോ, ഡാൻസ് ടീച്ചർമാർ പറഞ്ഞോ, മറ്റുള്ളവർ പറഞ്ഞോ, ജഡ്ജസിന്റെ പറഞ്ഞോ, മറ്റുള്ളവർ പറഞ്ഞോ. സംസ്കൃത വിദ്യാഭ്യാസം നമ്മുടെ വിദ്യാർത്ഥികളിൽ നല്ല ഗുണങ്ങൾ ഉണ്ടാക്കാൻ സഹായിക്കുന്നുവെന്നും സ്ത്രീകൾ സാമൂഹ്യ നിർമ്മിതിക്ക് മുന്നിട്ടിറങ്ങിയതോടെ കുട്ടികളിൽ നല്ല മാറ്റങ്ങൾ പ്രകടമാണെന്നും അധ്യാപകരുടെ ഇടപെടലിലൂടെ വിദ്യാർത്ഥികളിൽ സ്വഭാവ രൂപീകരണത്തിൽ പ്രകടമായ മാറ്റങ്ങൾ വരുത്താൻ കഴിയുമെന്നും അനാവശ്യ ഇടപെടലുകളിലൂടെ കലോത്സവങ്ങളും കായികോത്സവങ്ങളും അനാവശ്യമായ മത്സരവേദികളായി മാറുന്ന പ്രവണത അവസാനിപ്പിക്കണമെന്നും വിദ്യാഭ്യാസ ഉപഡയറക്ടർ പരാമർശിച്ചു. ഹരിപ്രസാദ് TV കടമ്പൂർ അധ്യാപകർക്കുള്ള ക്ലാസ് എടുത്തു. അക്കാദമിക് കൌൺസിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് രഞ്ജിത്ത് മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. അബ്ദുൽ ലത്തീഫ്, TE ഗിരിജ, ഐറിഷ് ആറാംകോട്ടം, NV പ്രജിത്ത്, CC സവിത, നിഷ PN, ഷംന C, നവനീത PV, K ഷീബ തുടങ്ങിയവർ സംസാരിച്ചു.